ഈ ജൂലൈ 1 മുതൽ നമ്മളുമായിട്ട് ഈ സാധാരണക്കാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് മാറ്റം വരുന്നു എന്ന് പറയുന്നുണ്ട്. അതിലാദ്യമായി കേൾക്കുന്നത് ഒന്ന് റെയിൽവേയിലെ കാര്യമാണ്. റെയിൽവേയിൽ ഒരുപാട് ചില പുതിയ നിയമങ്ങളൊക്കെ വരാൻ പോകുന്നുവെന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ബാങ്കിങ് ഇടപാടുകളിൽ മാറ്റം വരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ആധാറിൽ പിന്നെ മാറ്റം വരുന്നു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മുടെ പൊതു സമൂഹത്തിൻ്റെ ജീവിതവുമായി നിത്യേനയുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അത് കേന്ദ്ര സർക്കാരാണ് നടപ്പാക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ അക്കമിട്ട് പറയാം. ഒന്ന്, ബാങ്കിങ് മേഖലയിൽ ഒരുപാട് പുതിയ നിയമങ്ങളും നടപടികളും വരുന്നുണ്ട്. ആധാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വരുന്നുണ്ട്. റെയിൽവേ യാത്ര ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതോടൊപ്പം നമ്മുടെ ഗ്യാസ് ഉണ്ടല്ലോ, വീട്ടിലെ ഗ്യാസിന്റെ കാര്യത്തിലും ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം 1 by 1 ആയിട്ട് ഓരോന്നോട്ട് പറഞ്ഞു പോകാം. ഈ ബാങ്കിൻ്റെ കാര്യം തന്നെ എടുക്കാം. ബാങ്കിൽ ഈ ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുമ്പോൾ ഒരുപാട് ചതിക്കുഴികളുണ്ട്. ഇപ്പോൾ UPI ഇടപാട് നടത്തുമ്പോഴോ എന്തെങ്കിലും നമ്മൾ ഒരു ഡിജിറ്റൽ ഇടപാട് നടത്തി ഒരു ആപത്തിൽ പെട്ടു എന്ന് തന്നെ കരുതുക. നമുക്ക് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് വഴിയോ അല്ലെങ്കിൽ UPI ഇടപാട് വഴിയോ നമുക്ക് 50,000 രൂപ അല്ലെങ്കിൽ അതിന് മുകളിൽ നമുക്കൊരു നഷ്ടം സംഭവിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ ചെലവിൻ്റെ 85% അല്ലെങ്കിൽ 25,000 രൂപ ഏതാണോ കൂടുതൽ, അത് നമുക്ക് ഏതാണോ കൂടുതലല്ല, മാക്സിമം 25,000 രൂപ അല്ലെങ്കിൽ 85%, 25,000 രൂപ വരെ മാക്സിമം കിട്ടും. അത് ബാങ്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണമെന്നുള്ളതാണ് പുതിയ നിയമവ്യവസ്ഥ. അതായത് നമ്മൾ ബാങ്കിനെ വിശ്വസിച്ചാണ് UPI ഇടപാട് നടത്തുന്നത് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇടപാട് നടത്തുന്നത്. അപ്പോൾ അതുമൂലം നമ്മൾ ചതിക്കപ്പെട്ടാൽ, വഞ്ചിക്കപ്പെട്ടാൽ ഉള്ള സാധ്യതയാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ നടത്തുന്ന UPI അത്തരം ഇടപാടുകൾക്ക് ബാങ്കിന് കൂടി ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നല്ല കാര്യമാണ്. പക്ഷേ ഇതിൽ ഒരു കുഴപ്പമുണ്ട്. ഈ അപകടം പറ്റിയത് ബാങ്കിൻ്റെ പക്ഷത്ത് നിന്ന് പറ്റിയ ഒരു കുഴപ്പം കൊണ്ടാണെങ്കിൽ 100% വരെ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട തുക തിരിച്ചു കിട്ടും. അതാണ് ഇനി ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി മൂലം ഇപ്പോൾ ബാങ്ക് പല ഏജൻസികളെ ഏൽപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ATM-ൽ പണം നിക്ഷേപിക്കാൻ വേറൊരു ഏജൻസിയൊക്കെയാണ്. അങ്ങനെ ഒരു തേർഡ് പാർട്ടി മൂലമാണ് നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായതെങ്കിൽ നമുക്ക് ആ നഷ്ടമുണ്ടായ 5 ദിവസം വരെ സമയമുണ്ട്. ആ 5 ദിവസത്തിനുള്ളിൽ നമ്മൾ ബാങ്കിൽ പരാതിപ്പെട്ടാൽ അതിലും 100% വരെ പണം തിരികെ കിട്ടും. പിന്നെ ഇപ്പം ഞാനും ചേട്ടനുമായിട്ട് ഒരു UPI ഇടപാട് നടത്തുന്നു എന്നിരിക്കട്ടെ. ചേട്ടനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരാൾ നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെന്നിരിക്കട്ടെ. ഞാൻ അയച്ചതൊരു 10,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ആ തുക അയച്ച് 1 മണിക്കൂർ വരെ നമുക്ക് സമയമുണ്ട്. നമുക്ക് അബദ്ധം പറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ ആ ട്രാൻസാക്ഷൻ റദ്ദ് ചെയ്യാം. മനസ്സിലായി? പിടികിട്ടിയോ? അപ്പോൾ 10,000 രൂപയ്ക്ക് മുകളിൽ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ വരെ സമയത്തിൽ നമുക്ക് അത് റദ്ദ് ചെയ്യാം. അത് നല്ലൊരു തീരുമാനമാണ്. ഇനി അതിനുശേഷവും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നേരെ ബാങ്കിനെ സമീപിക്കാം. ബാങ്കിനെ സമീപിച്ചിട്ട് അല്ല, ഇത് ഇങ്ങനെ അബദ്ധം പറ്റി, അപ്പൊ ബാങ്ക് ഇടപെട്ട് ആ ട്രാൻസാക്ഷൻ ഫ്രീസ് ചെയ്യും. അതിലും വീഴ്ച പറ്റിയാലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നഷ്ടപരിഹാരം മറ്റു പരിപാടികളൊക്കെ കൊടുക്കേണ്ടി വരിക. ഇനി മറ്റൊന്നുകൂടിയുണ്ട്, സിബിൽ സ്കോർ. നമ്മുടെ സാധാരണക്കാരൻ ഇപ്പൊ ലോൺ എടുക്കാൻ പോയാൽ അവന് ഏറ്റവും വലിയ ബാധ്യതയാകുന്നത് സിബിൽ സ്കോറാണ്. ഇപ്പോൾ പണ്ട് കാലത്തല്ല, സിബിൽ സ്കോർ റേറ്റിംഗ് കണക്കാക്കിയ മുതൽ 15 ദിവസം കൂടുമ്പോഴായിരുന്നു നമ്മൾ സിബിൽ സ്കോർ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾക്കുണ്ടായ ബാങ്കിൻ്റെ വായ്പ, നമ്മുടെ തിരിച്ചടവ്, മറ്റു കാര്യങ്ങൾ, ഇടപാടുകളൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ സിബിൽ സ്കോർ അവർ റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 15 ദിവസം എന്നുള്ളത് 7 ദിവസമാക്കി, ആഴ്ചയിൽ 1 എന്നുള്ളതാക്കി. അപ്പോൾ അത് പ്രകാരം ഇനി തൊട്ട് ബാങ്കുകൾ 7-ാം തീയതി, 14-ാം തീയതി, 21-ാം തീയതി, 28-ാം തീയതി ആയിരിക്കും സിബിൽ സ്കോർ അവർ നമ്മുടെ കണക്കാക്കുന്നു. അപ്പോൾ ഇത് പ്രകാരം ഉള്ള ഗുണം എന്താ വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെന്റ് മുടങ്ങാറായിന്ന് കഷ്ടിച്ചത് അടച്ചെങ്കിൽ ആ അടുത്ത സെക്കൻഡിൽ അത് അപ്ഡേറ്റ് ആവും. ഒരാഴ്ചക്കുള്ളിൽ ഇത് അപ്ഡേറ്റ് ആവും. ഇത് നേരെ തിരിച്ചുകൊണ്ട് നമ്മൾ വീഴ്ച വരുത്തിയാലും ഒരാഴ്ചക്കുള്ളിൽ അപ്ഡേറ്റ് ആവും. അപ്പോൾ അത് നോക്കുമ്പോൾ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നുള്ളത് ഈ ചെറിയ ബാങ്കുകൾക്ക്, ഗ്രാമീണ ബാങ്ക്, അതായത്
ഈ UPI ഇടപാടിൽ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തൽക്കാലം ഇപ്പോൾ വലിയ ബാങ്കുകളിൽ മാത്രമാണ് ഇപ്പം നിജപ്പെടുത്തിയത്. ചെറുകിട ബാങ്കുകളുണ്ടല്ലോ, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്മോൾ ബിസിനസ് ബാങ്കുകൾ, ഗ്രാമീണ ബാങ്കുകൾക്ക് തൽക്കാലം ഇത് ബാധകമാക്കിയിട്ടില്ല. ഇനി ചില ക്രെഡിറ്റ് കാർഡുകളുണ്ട്, SBIയുടെ ഈ പർപ്പിൾ ബ്ലാക്ക് കോഡുകളിലുള്ള ക്രെഡിറ്റ് കാർഡുകളുണ്ട്. ഈ ക്രെഡിറ്റ് കാർഡ് ഇടപാട് നടത്തുന്നതിന് ചില റിവാർഡുകൾ കിട്ടും. മനസ്സിലായി. നമ്മൾ അത് ഉപയോഗിക്കുന്ന റിവാർഡുകൾ. അപ്പോൾ അത് പ്രകാരം ഇനി തൊട്ട് ജൂലൈ 1 തൊട്ട് ചില ഇടപാടുകൾക്ക് റിവാർഡുകൾ കിട്ടില്ല. എല്ലാത്തിനും റിവാർഡ് കൊടുക്കുന്ന പരിപാടി പറ്റില്ല. ഇനി നമ്മൾ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് നമുക്ക് മിനിറ്റിന് റിക്കവറി ഏജൻറ്റ് ഫോൺ വിളിക്കാറുണ്ട്, നിങ്ങൾ തിരിച്ചടയ്ക്കൂ. അതിനി തൊട്ട് എല്ലാ സമയവും വിളിക്കാൻ പറ്റില്ല. രാവിലെ 8-ന് മുമ്പും രാത്രി 7-ന് ശേഷവും വിളിക്കാൻ പാടില്ല. അതാണ് പുതിയ നിയമം. പിന്നെ അതുമാത്രമല്ല, അത് മര്യാദകേടായിട്ട് നമ്മളോട് സംസാരിക്കാൻ പാടില്ല, ഭീഷണിപ്പെടുത്താൻ പാടില്ല, ഏതെങ്കിലും നമ്മൾക്ക് ഭീതി ഉണ്ടാകുന്ന തരത്തിൽ സംസാരിക്കാൻ പാടില്ല, അപമര്യാദയായിട്ട് സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിച്ചാൽ അതിനെതിരെ നടപടി ഉണ്ടാവും. പിന്നെ വിളിക്കുന്നത് നമ്മളെ തന്നെ ആയിരിക്കണം. വായ്പ എടുത്ത ആളാരാണോ നമ്മളെ തന്നെ വിളിച്ചിരിക്കണം. നമ്മുടെ അനിയനെയോ അനിയത്തിയെയോ അച്ഛനെയോ ഭാര്യയെയോ വിളിച്ച് നമ്മുടെ വായ്പയുടെ കാര്യം പറഞ്ഞ് ശല്യം ചെയ്യാൻ പാടില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, പാൻ കാർഡ് ബാങ്കുകളിൽ നിർബന്ധ രേഖയാക്കുന്നു എന്നുള്ളൊരു വ്യാജ വാർത്തയുണ്ട്. നിലവിലതില്ല. പക്ഷേ പാൻ കാർഡ് എടുത്തു വെക്കുന്നത് നല്ലത് തന്നെയാണ്. അതല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ ഇടപാട് ചെല്ലുമ്പോൾ നമ്മൾ പാൻ കാർഡ് ഇല്ലെങ്കിൽ അവരൊരു ഫോം തരും, അത് ഫില്ല് ചെയ്യാനൊക്കെ നിൽക്കണം. പാൻ കാർഡ് നമുക്ക്, അതായത് നിലവിലെ നിയമം അനുസരിച്ച് 1 വർഷം 10 ലക്ഷം വരെ ഇടപാട് നടത്തുന്ന ഒരു സാധാരണക്കാരന് പാൻ കാർഡിന്റെ ആവശ്യമില്ല. 10 ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാണ് പാൻ കാർഡ് വേണ്ടത്. ഏതായാലും പാൻ കാർഡ് വേണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് സമീപകാലത്ത് അത് പോകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ പാൻ കാർഡ് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ബാങ്കിങ് ഇടപാടുകൾക്ക് പാൻ കാർഡ് വന്നേ പറ്റൂ എന്നുള്ള വ്യവസ്ഥ തൽക്കാലം ഇല്ല. പക്ഷേ പാൻ കാർഡ് നമ്മുടെ ഈ ആധാർ എടുക്കുന്ന സംഗതി ഉണ്ടല്ലോ, അവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആധാർ എടുക്കണമെങ്കിൽ ചില രേഖകൾ ഇപ്പോൾ നിർബന്ധമാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ പാൻ കാർഡ്, ജനനത്തീയതി, വോട്ടേഴ്സ് ID, പാസ്പോർട്ട്, ലൈസൻസ് തുടങ്ങിയ രേഖകൾ ഏതെങ്കിലും സബ്സ്റ്റാൻഷിയേറ്റ് എവിഡൻസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അതുകൂടാതെ ആധാറിൽ പുതിയൊരു സംഗതി കൂടി വന്നിട്ടുണ്ട്. നമ്മൾ ആധാറിനോടൊപ്പം നമ്മുടെ ഇമെയിൽ വിലാസം അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ പഴയതാണെങ്കിൽ കൂടി ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ആധാർ കാർഡ് ഇപ്പോൾ പല തട്ടിപ്പ് പരിപാടിയും നടക്കുന്നുണ്ട്. നമ്മുടെ ആധാർ കാർഡ് വ്യാജമായി ഉപയോഗിച്ച് പരിപാടി. അപ്പം നമ്മുടെ, അതായത് ഇത് UIDAI, അതിൻ്റെ ഫുൾ ഫോം UIDAI, യൂണിഫൈഡ് ഐഡന്റിഫൈ, അങ്ങനെ എന്തോ അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇത് പ്രകാരം ഉള്ള നമ്മുടെ ഈ ആധാർ നമ്പർ എവിടെയൊക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് ഇമെയിൽ വഴി അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇമെയിൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന്. മനസ്സിലായി. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയായിരിക്കും സാധാരണ ഇത് ചെയ്യാറ്. 75 രൂപയായിരുന്നു അതിൻ്റെ ഫീസ്. പക്ഷേ ഇപ്പോൾ ഈ 1-ാം തീയതി മുതൽ ഡിസംബർ 31 വരെ സൗജന്യമായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അത് ആപ്പ് വഴി, നമ്മുടെ ഫോണിലെ ആപ്പ് വഴി സൗജന്യമായിട്ട് ചെയ്യാം. ഈ കാര്യത്തിന് വേണ്ടി അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ എന്താ പറയുക, സർവീസ് ഫീസ് അവർ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ നമുക്ക് സൗജന്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ആധാറിൻ്റെ ആപ്പ് വഴി നമ്മുടെ സ്വന്തം ഫോണിൽ വെച്ച് അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, ജൂലൈ 1 മുതൽ വരാൻ പോകുന്ന റെയിൽവേ ഉടായ്പ പരിപാടിയും കൊണ്ട് റെയിൽവേയിൽ ഇനി പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് റെയിൽവേയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന സംഗതി എന്താണെന്നറിയാമോ? ഈ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനറൽ ടിക്കറ്റും എടുത്തുകൊണ്ട് AC കമ്പാർട്ട്മെൻറ്റിൽ കയറുക, അല്ലെങ്കിൽ സ്ലീപ്പർ കോച്ചിൽ കയറി അവിടെ സീറ്റ് കൈയടക്കുക, ബഹളം ഉണ്ടാക്കുക, അവിടെ വൃത്തിഹീനമായിട്ടിടുക, ഈ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൽ പൊതുവേ അത് കുറവാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് പിഴ ശിക്ഷ വർദ്ധിപ്പിക്കാനായിട്ടുള്ള തീരുമാനം. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ നേരത്തെ 250 രൂപയായിരുന്നു പിഴ, അത് നേരെ ഇരട്ടിയാക്കി 500 രൂപയാക്കി. കൂടാതെ സാധാ ടിക്കറ്റും എടുത്തുകൊണ്ട് നമ്മൾ AC കോച്ചിലോ അതേപോലെ സ്ലീപ്പർ കോച്ചിലോ കയറിയാൽ അവിടെയും നമ്മൾ പിഴത്തുക, എനിക്ക് തോന്നുന്നു 2000 രൂപയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2000 രൂപ മറ്റാണ് പിഴ ഈടാക്കുക. അല്ല, 2000 അല്ല, അവിടെ ഈ നമ്മൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുക, കച്ചവടം ചെയ്യാൻ ചെല്ലുക, അതേപോലെ സ്ത്രീകളുടെ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിരിക്കുക, അതിനൊക്കെയാണ് 2000 രൂപ. മറ്റുള്ളതിന്
നമ്മുടെ സ്ലീപ്പർ AC ഇതിൽ നമ്മൾ കയറുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ടിക്കറ്റ് ഇല്ലാത്തതിൻ്റെ 500 രൂപയും പ്ലസ് ആ യാത്രാ ദൂരം ഉണ്ടല്ലോ ആ ടിക്കറ്റിന്റെ ആ നിരക്കുമായിരിക്കും ഈടാക്കുക. എൻ്റെ എവിടെയാണോ കയറിയത് അവിടെ അവിടെ അതാണ് എൻ്റെ ഓർമ്മ ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് വരിക. പിന്നെ കൂടാതെ ഈ റെയിൽവേയുടെ അകത്ത് ട്രെയിനിന്റെ അകത്ത് ചെറിയ കച്ചവടക്കാർ കയറും, അനധികൃത കച്ചവടക്കാർ, യാചകർ കയറും. അവർക്കൊക്കെ ഈ പറയുന്ന പെനാൽറ്റി ഫീസ് 2000 രൂപ ബാധകമാണ്. ഈ കച്ചവടവും കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ഇതാണ് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്ക് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് ഈ പറയുന്ന പോലെ നേരത്തെ ആണെങ്കിൽ യഥാർത്ഥ കൂലി കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ ട്രെയിൻ എവിടെ നിന്നാണോ കയറിയത് അവിടെ മുതൽ അല്ല, എൻ്റെ മറ്റൊരു രീതിയിൽ കേൾക്കുന്നത് ആ ട്രെയിൻ എവിടെ നിന്നാണോ പുറപ്പെട്ടത് അതിന്റെ അവസാന സ്റ്റേഷൻ വരെയുള്ള പേയ്മെന്റ് കൊടുക്കേണ്ടി വരുമെന്നാണ് എൻ്റെ അതിൽ കുറച്ച് വ്യക്തത വരേണ്ടത്. ഓക്കെ, ഇനിയുള്ളത് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ. അത് സംബന്ധിച്ചുള്ള നമ്മൾ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഓരോ ദിവസവും വിപണി നിലവാരം അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നൊരു സംഗതി നിലവിലുണ്ടല്ലോ. ഇതേപോലെ ഈ മാസം 1-ാം തീയതി മുതൽ ഗ്യാസ് സിലിണ്ടർ വിലയുടെ കാര്യത്തിലും വിപണി നിലവാരം അനുസരിച്ച് വില നിർണ്ണയിക്കാനായിട്ടുള്ള നീക്കത്തിലേക്ക് പോകുന്നതായിട്ടാണ് വിവരം. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മുടെ CNG PNG എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളിൽ അടിക്കുന്ന ഗ്യാസ്, കൂടാതെ PNG എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ പൈപ്പ് ലൈൻ വഴി എത്തുന്ന ഗ്യാസ്, ഇതിനും ഇത് ബാധകമാക്കാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അതൊരു പരിധി വരെ നല്ലതാണ്. കാരണം ഗ്യാസിന്റെ വില ഒരു പ്രഖ്യാപനം വരുമ്പോഴാണ് 10-30 രൂപ കൂടിയതായിട്ട് വരിക. ഇപ്പം ഓരോ ദിവസം ഓരോ മാസം അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അപ്പോൾ അറിയാൻ സാധിക്കും. ചിലപ്പോൾ കൂടുമായിരിക്കും, ചിലപ്പോൾ കുറയുമായിരിക്കും. കൂടുമ്പോൾ അത് വലിയ വാർത്തയാകും, കുറയുമ്പോൾ അത് വാർത്തയാകാറുമില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ മറ്റൊരു കാര്യം, ഈ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ എടുക്കുന്നവർക്ക് സബ്സിഡി ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എത്ര പേർക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ KYC അപ്ഡേറ്റ് ചെയ്യണം. ഈ KYC അപ്ഡേറ്റ് ചെയ്യണം. അത് ചെയ്തില്ല എങ്കിൽ ഗ്യാസ് സബ്സിഡി കിട്ടാത്ത ഒരവസ്ഥ. അത് എത്രയും പെട്ടെന്ന് ഈ മാസം 1-ാം തീയതി മുതൽ ചെയ്യണം എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ 1-ാം തീയതി മുതൽ വലിയ രീതിയിലുള്ള പരിഷ്കരണങ്ങൾ വരുത്തുന്നു എന്നുള്ളത് കൂടിയാണ്. പിന്നെ ഗവൺമെന്റിന്റെ പരിഷ്കരണമാണ്. അതെ. പിന്നെ ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ്, നമ്മുടെ സ്ഥിര നിക്ഷേപം ഉണ്ടല്ലോ, അത് ചില ബാങ്കുകൾ ഈ 1-ാം തീയതി മുതൽ അതിന്റെ പലിശ നിരക്കിൽ ചെറിയ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ റിസർവ് ബാങ്കിന്റെ അവലോകനത്തിൽ ചില ബാങ്കുകൾ ആ രീതിയിൽ നീങ്ങുന്നതായിട്ട് ചില വാർത്തകളുണ്ട്. ഏതായാലും അത് ആ രീതിയും കൂടി ഓർത്തിരിക്കണം. ഏതായാലും 1-ാം തീയതിക്ക് ശേഷം ഇത്തരം കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധിക്കുക. ഒന്ന് ബാങ്കിൽ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ട്രെയിനിൽ കയറുമ്പോൾ ശ്രദ്ധിക്കുക, ഗ്യാസിന്റെ കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യവും ശ്രദ്ധിക്കുക.